സാറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സി ബാൻഡ് ആണ്. നമ്മൾ ട്രാക്ക് ചെയ്തിരിക്കുന്ന 6 ഫീറ്റ് ഡിഷാണ്. ട്രാക്ക് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് ചൈന സാറ്റ് 115 ഡിഗ്രിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 113 വിട്ടിരുന്നു. ഇത് 115. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സാറ്റലൈറ്റാണ്. നിങ്ങൾക്ക് 6 ഫീറ്റിലും ട്രാക്ക് ചെയ്യാം. നമുക്കൊരു കവറേജ് ഉള്ള ഒരു സാറ്റലൈറ്റാണ് ഈ 115 ചൈന സാറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 113 വിട്ടിരുന്നത്. ഇത് 115. നല്ലൊരു ഏരിയയിൽ വെച്ച് ചെയ്യണമെന്ന് പറയാൻ കാരണം അത്യാവശ്യം ചെരിഞ്ഞ് നിൽക്കണോണ്ട് ഡിഷ് അത്രയും ചെരിഞ്ഞാൽ നിൽക്കുക. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾക്ക് കാണാൻ കണ്ടാവും. ഇത്രയും രീതിയിലാണ്, ഇത്രയും ചെരിവാണ് വരുന്നത്. ആ ഒരു ചെരിവിലാണ് നമുക്കതിൻ്റെ സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്താലേ ഇതിൻ്റെ സിഗ്നൽ കിട്ടുള്ളൂ. പക്ഷേ 6 ഫീറ്റിലും നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു സുഖം തന്നെയാണ്. 6 ഫീറ്റിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുക. കൂടുതലും എല്ലാവരുടെ അടുത്തും 6 ഫീറ്റാണ് ഡിഷ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം ചെരിവ് വരുന്നത് മേലെ നിന്ന് അടിയിലോട്ട് വരുന്ന ചെരിവ്, മേലെ നിന്ന് അടിയിലോട്ട് വരുന്നത് 35 സെൻറ്റിമീറ്ററാണ് വരുന്നത്. മേലെ നിന്ന് അടിയിലോട്ട് വരുന്നത്, ടൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് വരുന്നത് 35 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ അടി നിങ്ങൾ 3.5 സെൻറ്റിമീറ്ററോളം, ഏകദേശം 4-ൻ്റെ അടുത്ത് 3.5 സെൻറ്റിമീറ്ററോളം വലത്തെ ഭാഗത്തേക്ക് ഡിഷ് കറക്കുക. ഉണ്ട്, ആ ഒരു കേപ്പാണ് വരുന്നത്. ഇത്രയും കുറഞ്ഞ കേപ്പ് വരുന്നുള്ളൂ. പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാറ്റലൈറ്റാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയൊരു സാറ്റലൈറ്റാണ് 115. അത്യാവശ്യം ഫ്രീ ചാനൽസും ഉണ്ട്. അവരൊക്കെ ചാനൽസ് നല്ല പിക്ചർ ക്ലാരിറ്റി ഉള്ള ചാനൽസ് ആയിരിക്കും. നമുക്ക് ക്ലാരിറ്റി കൂടെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസമാണ്. അപ്പോൾ അത്രയും നല്ല അത്രയും നല്ല ക്ലാരിറ്റി ഉള്ള ചാനൽസ് ഉണ്ട് ഇതിൽ. ഇത് നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ LMB ക്യൂ കണ്ടല്ലോ, ആ രീതിയിൽ തന്നെ നമുക്ക് ആ 113 പിടിച്ച അതേ രീതിയിൽ തന്നെ 115 ട്രാക്ക് ചെയ്യാം. പക്ഷേ ഏതൊരു സാറ്റലൈറ്റിക്കും നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോഴും LMBൻ്റെ സ്ക്യൂവിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ ആ രീതിയിൽ വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ അതിന് സിഗ്നൽ കുറവുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. LMB അത് ഏതൊരു സാറ്റലൈറ്റിൽ നിന്നും മറ്റൊരു സാറ്റലൈറ്റിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ LMBൻ്റെ സ്ക്യൂവിൽ ചെറിയൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ അത് നിങ്ങൾ സിഗ്നൽ കുറവുള്ളൊരു TP വെച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക LMB. അപ്പോൾ അതിലുള്ള മൊത്തം ചാനൽസും നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്ത് നോക്കണം. നല്ല നല്ല ചാനൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് സാറ്റലൈറ്റിലും ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോസും നമുക്കത് ഈ സാറ്റലൈറ്റിലെ ചാനൽസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സ്കാനിലേക്ക് കിടക്കാം. സ്കാൻ ചെയ്താൽ നമുക്ക് അറിയുള്ളൂ ഏതൊക്കെ ചാനൽസ് ഉണ്ടെന്നുള്ളത്. ഞാൻ സാറ്റലൈറ്റിൻ്റെ സ്ഥാനത്ത് 115 എന്ന് കൊടുത്തത്. LNB ഫ്രീക്വൻസി കറക്റ്റ് കൊടുക്കുക. ഡൈസിക്ക് 3 നിങ്ങൾക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയൊരു TP ആണ്. 3842 ഹോറിസോണ്ട് 27500. ഇത് വെച്ച് ട്രാക്ക് ചെയ്യാം. ഇത് വെച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സിഗ്നൽ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ TP വെച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാനിൽ ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്കാനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ഈ ഒരു വീഡിയോസിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ എപ്പോഴും ട്രാക്ക് ചെയ്യുമ്പോൾ, അതായത് ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളെപ്പോഴും ചെയ്യുമ്പോൾ ആ യൂട്യൂബിലിട്ട ആ വീഡിയോസിൻ്റെ ഡേറ്റ് നോക്കുക. എന്നാണോ ഈ വീഡിയോസ് ഇട്ടതെന്ന് നോക്കുക. പറയാൻ കാരണം, നമ്മൾ വീഡിയോസ് ഇടുന്നത് അതിലുള്ള ചാനൽസ് 1 മാസം അല്ലെങ്കിൽ 15 ദിവസം അല്ലെങ്കിൽ 2 ദിവസം എത്ര നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പേയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ചാനൽസ് ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ പോവുക. അപ്പം നിങ്ങൾ ട്രാക്ക് ചെയ്ത് സിഗ്നൽ ഒക്കെ നോക്കി അടിയിലേക്ക് TVയിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ ആ പിക്ചർ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പേയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ മറ്റൊരാളോട് അന്വേഷിക്കുക, ആ സാറ്റിലുള്ള ചാനൽസ് ഇപ്പോഴും ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ആ TPയിൽ ഇപ്പോഴും സിഗ്നൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. യൂട്യൂബിൽ പല ആളുകളും പല വീഡിയോസും വിടുന്നതാണ്. അപ്പോൾ ആ വീഡിയോസിൻ്റെ നമ്മളെപ്പോൾ വിട്ട വീഡിയോസ് ആണെങ്കിലും ശരി, അത് യൂട്യൂബിലുണ്ടാവും. പല ആളുകളോ കാണുമ്പോൾ ആ ഡേറ്റ് നോക്കാറില്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് നോക്കാതെ ആ വീഡിയോസ്, അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ TP എടുത്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം.
അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് അത്രയും ടൈം വേസ്റ്റാവും. ഇത് 89%, 90%ആയി. അത്യാവശ്യം ചാനൽസ് കയറിയിട്ടുണ്ട്. അതായത് 114ഓളം ചാനൽസ് കയറി. അത്യാവശ്യം നല്ല ചാനൽസ് ഉള്ള ഒരു സാറ്റലൈറ്റാണ് ഈ 115. 150 ചാനൽസാണ് അതിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ആയി. അതായത് ചാനൽ കംപ്ലീറ്റ് കയറി. ഇനി ഇതിൽ ചാനൽസ് ഉണ്ടോ എന്നുള്ള അറിയില്ല. എന്തായാലും 6 ഫീറ്റ് ഡിഷാണ്. അപ്പോൾ മാക്സിമം കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓക്കെ കൊടുത്താലേ അറിയുള്ളൂ ഇതിൽ ഏതൊക്കെ ചാനൽസ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചാനൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ ഈ പറയുന്ന കാര്യംസ്, അതായത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും സേവ് ചെയ്യാം. ഓക്കെ, സേവ് ആയി. ഇനി നമുക്ക് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചാൽ ഏതൊക്കെ ചാനൽസ് ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ. നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞത് ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ചാനൽസൊക്കെ കാണിക്കണേന് ഒരു പരിമിതി ഉണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ചാനൽസ് കാണിച്ചില്ലാന്ന്. കഴിഞ്ഞ വീഡിയോസിൽ ചാനൽസ് കാണിച്ചതാണ്. പക്ഷെ അത് നമുക്ക് യൂട്യൂബിൽ കാണിക്കണേന് എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ രീതി കൊണ്ട് ആ ചാനൽസ് കാണിച്ചത് കട്ടാക്കേണ്ടി വന്നു. അങ്ങനെ ആയപ്പോൾ 5ഓളം വീഡിയോസ് കിട്ടാൻ ശേഷമാണ് പിന്നെ 5ാമത്തെ വീഡിയോസാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ പരമാവധി നമ്മൾ ചാനൽസ് കാണിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം 150ഓളം ചാനൽസ് ഉണ്ട്. അത്യാവശ്യം ഫ്രീ കാണാം. അത്യാവശ്യം ഫ്രീ ചാനൽസ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തിട്ട് നോക്കുക. ഇതിലൊക്കെ നല്ല നല്ല ചാനൽസുകളുണ്ട്. എപ്പോഴും ഒരേ പ്രോഗ്രാമേ ആയിരിക്കണം എന്നില്ലല്ലോ ഓരോ ചാനൽസിലും. ഇവരെ ചാനൽസൊക്കെ അങ്ങനെയാണ്. നല്ല നല്ല പ്രോഗ്രാമുള്ള ടൈമൊക്കെ ഉണ്ടാകാറുണ്ട് ഈ സാറ്റലൈറ്റിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ആ ചാനൽസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.